നമസ്കാരം. പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കുക എന്ന കാര്യം ഇപ്പോഴും അനിശ്ചിതമായി നീളുകയാണ്. ഇറാനും അമേരിക്കയുമായുള്ള യുദ്ധം ഇപ്പോൾ വീണ്ടും പുനരാരംഭിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അമേരിക്കയുടെ ഇക്കാര്യത്തിലുള്ള നിലപാടുകൾ എന്താണ് എന്നാണ് ലോകം ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. അതിനിടയിലാണ് അമേരിക്കയുടെ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. മാർക്കോ റൂബിയോ അമേരിക്കൻ സെനറ്റിലെ അംഗങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഇറാനിലെ പരമോന്നത നേതാവായ മുസ്തഫ ഖമേനി ജീവിച്ചിരിപ്പുണ്ട് എന്ന് തന്നെയാണ്. മാത്രമല്ല അദ്ദേഹം ആരോഗ്യവാനായി തന്നെയാണ് ഉള്ളത് എന്നാണ് മാർക്കോ റൂബിയോ സെനറ്റ് അംഗങ്ങളെ അറിയിച്ചിരിക്കുന്നത്. നേരത്തെ പുറത്തു വന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് മുസ്തഫ ഖമേനി കോമ സ്റ്റേജിലാണ് എന്നായിരുന്നു അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പുറത്തുവിട്ട അല്ലെങ്കിൽ അവിടുത്തെ മാധ്യമങ്ങൾ പുറത്തുവിട്ട വാർത്തകളിലൊക്കെ തന്നെ നിറഞ്ഞു നിന്നിരുന്നത്. കഴിഞ്ഞ ഫെബ്രുവരി 28 ഇറാനിലെ നേരത്തെ പരമോന്നത നേതാവായിരുന്ന അയത്തുള്ള അലി ഖമേനിയുടെ വീടിന് നേർക്ക് ആക്രമണം നടത്തി അദ്ദേഹത്തെ വധിക്കുന്ന സമയത്ത് മുസ്തഫ ഖമേനിയും അവിടെ ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹത്തിന് അതീവ ഗുരുതരമായ നിലയിൽ പരിക്കേറ്റു എന്നുമായിരുന്നു അന്ന് വാർത്തകൾ പുറത്തു വന്നിരുന്നത്. പിന്നെ കുറേ നാളത്തേക്ക് മുസ്തഫ ഖമേനിയെക്കുറിച്ചുള്ള യാതൊരു തരത്തിലുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നില്ല. തുടർന്ന് മുസ്തഫ ഖമേനിയുടെ ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെട്ട് പല വാർത്തകളാണ് പുറത്തു വന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു കാല് നഷ്ടപ്പെട്ടു, അദ്ദേഹത്തിൻ്റെ മുഖത്തിൻ്റെ ആകൃതി നഷ്ടമായി, ഈ സ്ഫോടനത്തിൽ അദ്ദേഹത്തിന് അതീവ ഗുരുതരമായ പരിക്കേറ്റു, അദ്ദേഹത്തിന് ഇപ്പോൾ ബോധമില്ലാതെ കിടക്കുകയാണ് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ അന്ന് പല മാധ്യമങ്ങളും വാർത്തകളായി പുറത്തുവിട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ അമേരിക്ക അല്ലെങ്കിൽ അമേരിക്കയുടെ വിദേശകാര്യ സെക്രട്ടറി തന്നെ ഇത്തരത്തിലുള്ള ഒരു വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയതിൻ്റെ പശ്ചാത്തലം നമ്മൾ പരിശോധിക്കുമ്പോൾ അത് ഇറാനുമായുള്ള യുദ്ധം എത്രയും വേഗം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ അമേരിക്ക നടത്തുമ്പോൾ ഇനി അങ്ങോട്ട് ഇറാനുമായി ബന്ധപ്പെട്ട് പരമാവധി ഒരുപക്ഷെ പോസിറ്റീവായ കാര്യങ്ങൾ മതി പുറത്തുവിടാൻ എന്നുള്ള ഒരു ധാരണയിലേക്ക് അമേരിക്കൻ സർക്കാർ എത്തി എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനയായിട്ട് ഇതിനെ വേണമെങ്കിൽ കണക്കാക്കാം. ചർച്ചകൾ ഇപ്പോഴും തുടരുകയാണെന്നാണ് പറയപ്പെടുന്നതെങ്കിൽ എവിടെ വെച്ചാണ് ചർച്ച നടക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊന്നും ആർക്കും ഇപ്പോഴും ഒരു ധാരണയുമില്ല. കൂടാതെ അമേരിക്ക ഇറാനിലേക്ക് ആക്രമണം നടത്തുന്നു, അവിടുത്തെ തുറമുഖം ആക്രമിക്കുന്നു, ഇറാൻ ഇതിന് പകരമായി ഗൾഫ് രാജ്യങ്ങളിലെ കുവൈറ്റിലെ വിമാനത്താവളം ആക്രമിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഈ സംഭവ വികാസങ്ങളൊക്കെ നടക്കുന്ന ഈ സമയത്തും മുസ്തഫ ഖമേനി ജീവിച്ചിരിപ്പുണ്ട് എന്ന് അമേരിക്കയുടെ തന്നെ വിദേശകാര്യ സെക്രട്ടറി അവരുടെ സെനറ്റ് അംഗങ്ങളോട് അവിടുത്തെ ജനപ്രതിനിധികളോട് തന്നെ ഇക്കാര്യം വെളിപ്പെടുത്തുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവായിട്ട് വേണം നമ്മൾ കണക്കാക്കാൻ. അമേരിക്ക എങ്ങനെയെങ്കിലും ഒത്തുതീർപ്പാക്കണം എന്നുള്ള ഒരു നിലപാടിലേക്ക് എത്താൻ അവർ നിർബന്ധിതരായി എന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്കറിയാം അമേരിക്കയുടെ ഒരു രീതി, തങ്ങളുടെ ശത്രു രാജ്യങ്ങളെക്കുറിച്ച് ഒരിക്കലും പോസിറ്റീവായ കാര്യങ്ങൾ അവരങ്ങനെ പറയാറില്ല. പരമാവധി നെഗറ്റീവായ കാര്യങ്ങൾ പറഞ്ഞ് അമേരിക്കയുടെ വിജയം അല്ലെങ്കിൽ അവരുടെ ആധിപത്യം ഉറപ്പിക്കാനാണ് എപ്പോഴും അവർ ശ്രമിക്കാറുള്ളത്. പക്ഷേ ഇതാദ്യമായി മാർക്കോ റൂബിയോയെ പോലെ അമേരിക്കയുടെ ഏറ്റവും ആധികാരികമായി പറയാൻ കഴിയുന്ന അവരുടെ വിദേശകാര്യ സെക്രട്ടറി, സ്റ്റേറ്റ് സെക്രട്ടറി തന്നെ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്ന ഈ ഒരു കാര്യം ഇത് ഏറെ ഞെട്ടലോടുകൂടി തന്നെയായിരിക്കും ഒരുപക്ഷെ ഇസ്രായേലിലുള്ളവർ കേട്ടിട്ടുള്ളത്. ഇസ്രായേൽ അതേസമയം ഇപ്പോഴും ഇറാനോടുള്ള പക അവർക്ക് അവസാനിച്ചിട്ടില്ല. ഇപ്പോഴും ഇസ്രായേൽ ഇറാനോട് കടുത്ത പക തന്നെയാണ് വെച്ച് പുലർത്തുന്നത്. കാരണം ഇസ്രായേലിനെ തകർക്കാൻ ശ്രമിക്കുന്ന തീവ്രവാദ സംഘടനകൾക്ക് എല്ലാവിധ സഹായങ്ങളും നൽകുന്നത് ഇറാനാണ് എന്നുള്ളത് പരസ്യമായ രഹസ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ ഇപ്പോഴും ഹിസ്ബുള്ള താവളങ്ങൾ, ലെബനനിലെ ഹിസ്ബുള്ള താവളങ്ങൾ ആക്രമിക്കുന്നതും ഹിസ്ബുള്ള താവളങ്ങൾ ഇനി ആക്രമിക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് വളരെ മോശമായ ഭാഷയിൽ, അതായത് സഭ്യമല്ലാത്ത തെറി വിളിച്ചുകൊണ്ടാണ് അദ്ദേഹം ഫോണിൽ സംസാരിച്ചെന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറിയുടെ ഈ ഒരു വെളിപ്പെടുത്തൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പശ്ചിമേഷ്യയിലാകെ തന്നെ ഇപ്പോഴും സംഘർഷാവസ്ഥ തുടരുക തന്നെയാണ് എന്നാണ് അവിടെ നിന്നുള്ള ഈ ദിവസങ്ങളിലേക്ക് തന്നെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ തകർന്ന് തരിപ്പണമാകും എന്ന് തന്നെയാണ് അമേരിക്ക ആദ്യഘട്ടങ്ങളിൽ കരുതിയിരുന്നത് എങ്കിലും ഇപ്പോഴും അവർ ശക്തരാണ് എന്ന് അവർ സ്വയം തെളിയിക്കുകയാണ്. മാത്രമല്ല ഈ ഒരു വെടിനിർത്തൽ കാലാവധി സമയം കൊണ്ട് തന്നെ അവർക്ക് തങ്ങളുടെ നഷ്ടപ്പെട്ട ആയുധങ്ങളും മറ്റും തിരികെ പിടിക്കുന്നതിനും അതുപോലെ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ബോംബാക്രമണത്തിൽ മണ്ണിനടിയിലായി പോയ ആയുധങ്ങൾ വീണ്ടെടുത്ത് അവ വീണ്ടും പ്രവർത്തനക്ഷമമാക്കുന്നതിനൊക്കെ സമയം ലഭിച്ചിരുന്നു എന്നുള്ളത് ഒരു പ്രധാന വസ്തുതയാണ്. കൂടാതെ ചൈനയും റഷ്യയും പോലുള്ള രാജ്യങ്ങൾ വ്യാപകമായ തോതിൽ അവരെ സഹായിക്കുന്നുണ്ട് എന്നുള്ള വാർത്തയും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഏതായാലും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇറാനെ നിസ്സാരമായി തകർക്കാൻ കഴിയും, അല്ലെങ്കിൽ 2 ആഴ്ച കൊണ്ട് തീർക്കാൻ കഴിയും എന്നാണ് വിശ്വസിച്ചിരുന്നത് എങ്കിൽ ഇപ്പോൾ മാസങ്ങൾ പിന്നിടുമ്പോഴും അക്കാര്യത്തിലൊരു തീരുമാനമാകാതെ പോവുക തന്നെയാണ്. ഏതായാലും അമേരിക്കയും ഇറാനുമായുള്ള വിഷയം ഇപ്പോൾ കൂടുതൽ പോസിറ്റീവായ രീതിയിൽ നീങ്ങുന്നു എന്ന് തന്നെയാണ് മാർക്കോ റൂബിയോയുടെ ഈ ഒരു പ്രസ്താവനയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുസ്തഫ ഖമേനി ജീവനോടെ ഉണ്ട്, അദ്ദേഹം പ്രവർത്തന സജ്ജമാണ്, അദ്ദേഹം എല്ലാ കാര്യങ്ങളും ഇടപെടുന്നുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ മാർക്കോ റൂബിയോ വെളിപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ അയാൾ എവിടെയാണുള്ളതെന്നോ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി എന്താണെന്നുള്ളത് സംബന്ധിച്ച് ഇനിയും ഇറാൻ ഒരു റിപ്പോർട്ടും പുറത്തുവിട്ടിട്ടില്ല. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ദൃശ്യങ്ങളും നമ്മളാരും പിന്നീട് കണ്ടിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മുസ്തഫ ഖമേനിക്ക് പരിക്കേറ്റു എന്നുള്ള കാര്യം സത്യം തന്നെയാണ്. പക്ഷേ അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനായിട്ടുണ്ട് ഇപ്പോൾ എന്നുള്ള ആ വിവരം പുറത്തുവിട്ടത് ഇറാനല്ല, അത് അമേരിക്കയാണ്, അമേരിക്കയുടെ വിദേശകാര്യ സെക്രട്ടറിയാണ് എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അന്തർദേശീയ വാർത്തകളിൽ ഒന്ന്.